അതായത് ഈ പിണറായിന്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചില. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റർ ഇട്ടത്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും, അത്രേ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇവരിട്ട ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ആ പോസ്റ്റിൽ വല്ലാതെ പുലിവാലി പിടിച്ചിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായ ദിവ്യ സയ്യർ. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു, അതായത് കർണന് പോലും കാണില്ല ഇങ്ങനെ ഒരു കവചം. അതായിരുന്നു KK രാഗേഷ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ദിവ്യ ഇട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഈ പോസ്റ്റിനടിയിലും ഒപ്പം തന്നെ ഈ പോസ്റ്റിന് വിമർശനവുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം വലിയ വിമർശനങ്ങൾ ഉണ്ടായത്. ആദ്യം ഈ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. അതായത് ദിവ്യ ശമ്പളം വാങ്ങുന്നത് AKG സെന്ററിൽ നിന്നല്ല എന്ന് ഓർമ്മ വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അതിന് പിന്നാലെ വല്ലാതെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ദിവ്യയുടെ പോസ്റ്റിന് ഷെയർ ചെയ്തുകൊണ്ടും അതിൻ്റെ അടിയിലൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അല്ലാത്തവരുമൊക്കെ ഇടതുവിരുദ്ധരുമൊക്കെ വല്ലാതെ സൈബർ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. പ്രധാനമായും ഇത് ആദ്യമായിട്ടല്ല ദിവ്യ ഇത്തരത്തിൽ പുലിവാലി പിടിക്കുന്നത്. മുമ്പും സമാനമായി ഈ സർക്കാരിനെ പുകഴ്ത്തിയും അതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് മത്സരിക്കാൻ പോയ സമയത്ത് ആലിംഗനം ചെയ്തപ്പോഴൊക്കെ വലിയ വിമർശനത്തിന് ഇടവച്ചിരുന്നു. മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന സമയത്ത് ഈ സർക്കാരിനെയും മന്ത്രി VN വാസവനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് വിസിൽ MD കൂടിയായിട്ടുള്ള ദിവ്യ സയ്യർ ഇട്ട പോസ്റ്റിനെതിരെയും വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രധാനമായും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള ശബരിനാഥിൻ്റെ ഭാര്യയാണ് ദിവ്യ സയ്യർ എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ്സുകാരുടെ വിമർശനം മൊത്തവും. അതുകൊണ്ട് സർക്കാരിനെ പുകഴ്ത്തിയുള്ള ദിവ്യ സയ്യറിനെതിരെ ഇത് മുമ്പും സമാനമായിട്ടുള്ള വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസിന് കടുത്ത വിമർശനമുണ്ട്. നേരത്തെയൊക്കെ ഈ അണികളായിരുന്നു ദിവ്യ സയ്യർക്കെതിരെ കൂടുതൽ രംഗത്തെത്തിയിരുന്നെങ്കിലും നേതാക്കൾ ഇതാദ്യമായിട്ടാണ് പരസ്യമായ ഒരു പ്രതികരണം നടത്തുന്നത്. ഇതിൽ ഏറ്റവും കടുത്ത വിമർശനം തന്നെയാണ് K മുരളീധരൻ നടത്തിയിട്ടുള്ളത്. അതായത് ചില IAS മഹതികളുണ്ട്, അവരെല്ലാം പിണറായി വിജയന് പാദസേവ ചെയ്യുന്നവരാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് ദിവ്യ സയ്യർ എന്നായിരുന്നു K മുരളീധരൻ്റെ വിമർശനം. മറ്റു നേതാക്കളൊന്നും ഇതുവരെയ്ക്കും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ വിമർശനങ്ങൾക്കൊക്കെ ഒരു വീഡിയോയിലൂടെ മറുപടി നൽകിയിട്ടുണ്ട് ദിവ്യ സയ്യർ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ കുട്ടിക്കാലം മുതൽ ഈ നന്മകൾ കണ്ടാൽ അത് വിളിച്ചു പറയുന്ന ഒരു ശീലമാണ്, ആ ശീലം ആണ് ഇപ്പോഴും തുടരുന്നത്. എന്തായാലും കഴിഞ്ഞ 1.5 വർഷമായി തനിക്കെതിരെ നടക്കുന്ന ഈ വിമർശനങ്ങൾ തൻ്റെ ഈ പ്രകൃതം കാരണമാണ്, അതായത് നന്മ കണ്ടാൽ വിളിച്ചു പറയുന്ന ഈ പ്രകൃതം കാരണമാണ് ഉണ്ടായതെന്നാണ് ദിവ്യ സയ്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലെ പങ്കുവച്ച വീഡിയോയിൽ നൽകുന്ന മറുപടി.